കേരളത്തിൽ 35 വർഷത്തിലേറെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പെൻപോൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പെൻപോളിന്റെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ? ടെർമോ പെൻപോൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് 35 വർഷത്തിലേറെയായി. ആദ്യം പെനിൻസുലർ പോളിമേഴ്സ് ആയിരുന്നു. അതിനുശേഷം 1999 ടെർമോ വരുന്നു. അതിനുശേഷമുള്ള പ്രവർത്തനമാണ് നടന്നു പോകുന്നത്. നമ്മൾ ബ്ലഡ് ബാഗ് മാനുഫാക്ചറർ ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറർ ആണ്. ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ്, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബ്ലഡ് ബാഗ് മാനുഫാക്ചറർ ആണ്. വി പ്രൊഡ്യൂസ് സംവെയർ അറൌണ്ട് 45 മില്യൺ ബ്ലഡ് ബാഗ്സ് എവറി ഇയർ. 4.5 കോടി ബ്ലഡ് ബാഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി എക്സ്പോർട്ട് ഇറ്റ് ടു മോർ ദാൻ 80 കൺട്രീസ്. ആൻഡ് നമ്മള് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബ്ലഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു ബ്ലഡ് ബാങ്കിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിൽ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല അഫറസിസ്, തെറാപ്യൂട്ടിക് അഫറസിസ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്. റെവയോസ്, അതൊക്കെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് വരുന്ന ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രോഡക്ട്സ് നമ്മൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. മേജർലി നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സിന് അസംബ്ലിംഗ് നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഫാക്ടറിയും ട്രിവാൻഡ്രത്ത് തന്നെയാണ്, ബ്ലഡ് ബാഗിന്റെ ഫാക്ടറി. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്ന കാര്യം. നമ്മുടെ പ്രോഡക്ട്സും നമ്മൾ കേരളത്തിൽ നമ്മൾ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മേഖല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റേഴ്സിനെയും ഇൻഡസ്ട്രികളും എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു ഗ്ലോബൽ സമ്മിറ്റ് നടത്തുന്നത്. അപ്പൊ ലോകത്തിന് മുമ്പിൽ തന്നെ കേരളത്തിലുള്ള വ്യവസായങ്ങളെ തുറന്നു കാട്ടുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനോട് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി? ഇപ്പൊ കേരളത്തില് നമ്മളുടെ സ്ഥാപനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 35 വർഷത്തിന് മേളിലായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. കേരള ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയുന്നെങ്കിൽ ഈ സ്ഥാപനം ഇത്രയും കാലം ഇവിടെ ഉണ്ടാവത്തില്ല. അത് മാത്രവുമല്ല, ഇപ്പോൾ 2000-ഓളം പേര് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്പനി ആസ് സച്ച് ഇസ് എ വെരി ഗുഡ് കമ്പനി ആൻഡ് വെരി ഗുഡ് കോർ വാല്യൂസ് ആൻഡ് വിത്ത് ഡീസന്റ് പേ, ഐ വുഡ് സേ. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ, അതായത് എംപ്ലോയി റിലേഷൻസ് ആണെങ്കിലും എംപ്ലോയീസ് വെൽഫെയറിനാണെങ്കിലും വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ ഐ വുഡന്റ് സേ ദാറ്റ് വി ആർ നോട്ട് എൻ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സ്റ്റേറ്റ്. ആൻഡ് ഇപ്പോൾ ചേഞ്ചസ് വെരി എവിഡന്റ്. കാരണം ഇപ്പൊ നമ്മളിവിടെ ഈ സ്റ്റാൾ നമുക്കിവിടെ ഉണ്ട്. ആൻഡ് ഒരുപാട് മോർ ദാൻ 80 സ്റ്റാൾസ് ഇവിടെ ഉണ്ട്. ആൻഡ് വി ക്യാൻ സീ ദ ഗുഡ് പാർട്ടിസിപ്പേഷൻ and which is unprecedented as far as I'm concerned. പിന്നെ മിനിസ്റ്റേഴ്സ് പലരും സ്റ്റാൾസ് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ മിനിസ്റ്റർ തന്നെ പലപ്പോഴും നമ്മുടെ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വെൽ സ്റ്റഡീഡ് ആൻഡ് വെൽ കൊറിയോഗ്രാഫ്ഡ് ഇവന്റ് തന്നെയാണിത്. ദാറ്റ് നീഡ്സ് ടു ബി അപ്രീഷിയേറ്റഡ്. ഈ ഒരു സമ്മിറ്റിന്റെ ഈ എക്സ്പോയിൽ മാത്രം നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന്റെ എക്സ്പോയിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പൊ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പം ഇങ്ങനൊരു എക്സ്പോ നടത്തുന്നതിലൂടെ തന്നെ ഈ ഇൻവെസ്റ്റ് കേരളയുടെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ വ്യവസായ രംഗത്ത് എല്ലാ കമ്പനികൾക്കും എങ്ങനെ ഇത് ഉപയോഗകരമാവും തോന്നുന്നു? തീർച്ചയായും ഉപയോഗമാകും. കാരണം ഇതൊരു ഇനിഷ്യേറ്റീവ് അല്ലേ. അപ്പോൾ ഇത് ഗോയിങ് ഫോർവേഡ് ഇപ്പൊ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരും. നമ്മളുടെ മൊത്തത്തിലുള്ള ഡയലോഗ്സിലാണെങ്കിലും നമ്മളുടെ കൾച്ചറിലാണെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇവന്റും ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉപയോഗപ്പെടും. കാരണം ഇപ്പം ഞാനിവിടെ പലരും വന്ന് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, അവര് പിച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഒരു പ്രോഗ്രസീവ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അതിനെ കാണുക. അത് മാത്രമല്ല, അത് ഗോയിങ് ഫോർവേഡ് വളരെ എന്താ പറയേണ്ട ഒരു നല്ലൊരു ഡോമിനോ എഫക്ട് എന്ന് പറയുന്ന പോലെ വളരെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതെന്നാണ് എൻ്റെ ഒരു, ദാറ്റ്സ് വാട്ട് ഐ ഫീൽ.